ഹായ് ഗൈസ്, വെൽക്കം ടു സഫീസ് ഹോം ഡയറി. അപ്പോൾ ഇന്നും ഒരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്കാണ്. അപ്പോൾ വളരെ എളുപ്പത്തിലൊരു ചിക്കൻ കിഴി എങ്ങനെ തയ്യാറാക്കാമെന്നാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും കേട്ടോ. നമുക്കിന്ന് തുടങ്ങാം. ചിക്കൻ കിഴി ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ അതിനുള്ള മാവ് കുഴച്ചെടുക്കാം. അതിനുവേണ്ടി ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ നമ്മളുടെ ആ മാവിൽ എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട്, പിന്നെ നമ്മൾ ഓയിൽ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ പൊടി കട്ട പിടിക്കാതെ ശ്രദ്ധിക്കണം. നന്നായിട്ട് തിരുമ്മി പൊടിച്ച് ഒരു പരുവത്തിൽ മൊത്തം അങ്ങോട്ട് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ ഇത് കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കാതെ വളരെ കുറച്ചായിട്ട് ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ കുഴച്ച് വരുമ്പോഴത്തെ നമ്മുടെ കയ്യിലൊന്നും ഒട്ടാത്ത ഒരു പരുവത്തിലായി കിട്ടും. ആ ഒരു പരുവം വരെ നമുക്കിത് കുഴച്ചെടുക്കണം. അപ്പം നന്നായിട്ട് കുഴക്കുക. ഒരു 10-15 മിനിറ്റ് കുഴക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പം അതിനനുസരിച്ച് നമ്മുടെ കിഴിയുടെ ടേസ്റ്റും കൂടും. ഞാനിതിപ്പോൾ ഒരുവിധം നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഏകദേശം 1 മണിക്കൂറെങ്കിലും വെക്കാം. അരമണിക്കൂർ ആയാലും വെച്ചാൽ മതി, 1 മണിക്കൂറിന് വെച്ചാൽ കുറച്ചും കൂടി നല്ലതാണ്. ഇനി നമുക്ക് കിഴി ഡെക്കറേറ്റ് ചെയ്യാനുള്ള റിബണിന് വേണ്ടിയുള്ള മാവാണ് കുഴക്കുന്നത്. അപ്പോൾ അതിന് ഞാനിപ്പോൾ കുറച്ച് മൈദപ്പൊടിയും അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് യെല്ലോ ഫുഡ് കളറാണ് ചേർക്കുന്നത്. ഏത് കളർ വേണമെങ്കിലും ചേർക്കാം. അത് കുറച്ച് വെള്ളം ഒഴിച്ച് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നിർബന്ധമില്ല, നമ്മൾ ഇത് ഡെക്കറേഷന് വേണ്ടി ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സമയമില്ല അല്ലെങ്കിൽ അങ്ങനെ മെനക്കെടാൻ തയ്യാറല്ല, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇത് നമുക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെന്താ, നമുക്ക് കാണാനുള്ളൊരു ഭംഗിയും ഒരു കൗതുകവും അത്രമാത്രമേ ഉള്ളൂ ഈ ഡെക്കറേഷൻ കൊണ്ട്. ഇനി അത് നമുക്ക് അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇപ്പോൾ ഒരു പച്ചമണം മാറി വരുമ്പോൾ തന്നെ ഇതിലേക്ക് 4 ചെറിയ സവാള അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. വലുതാണെങ്കിൽ 2 എണ്ണം മതിയാവും കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കളറ് മാറി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ അരിഞ്ഞതോ ചതച്ചതോ ആയിട്ടാണ് ഇഞ്ചി വെളുത്തുള്ളിയും ചേർക്കുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് പച്ചമുളക് ചേർത്ത ഒരു സമയത്ത് തന്നെ ചേർക്കാം. ഞാനിപ്പോൾ ഇത് പേസ്റ്റ് ആയതുകൊണ്ട് കരിഞ്ഞു പോകുന്ന ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഒരു സ്റ്റേജിൽ പേസ്റ്റ് ചേർത്തത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഉണ്ട്. അപ്പോൾ ഇത് നിർബന്ധമില്ല, ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചിക്കൻ വേവിച്ചപ്പോൾ അതിൽ കുരുമുളക് പൊടി ചേർത്തിരുന്നു. ഇത് ഞാനിപ്പോൾ ഉപ്പും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്ത ചിക്കനാണ്. ബോൺലെസ് ചിക്കൻ വേവിച്ച് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ സവാള അരിഞ്ഞ് അളന്നെടുത്ത അതേ ബൗളിൽ അതേ എമൗണ്ട് തന്നെയാണ് ചിക്കൻ പൊടിച്ച് കഴിഞ്ഞിട്ട് ആ സെയിം ബൗളിൽ അളന്നെടുത്തേക്കുന്നത്. അപ്പോൾ ഒരു 2 ഈക്വൽ എമൗണ്ടിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ചിക്കൻ അതിൻ്റെ അതേ അളവിൽ തന്നെ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് 1/2 ടീസ്പൂൺ കൂടി ഗരം മസാല ചേർത്തിട്ടുണ്ട്. വേവിച്ച സമയത്ത് ചേർത്തതുകൊണ്ടാണ് ഇപ്പോൾ 1/2 ടീസ്പൂൺ ചേർത്തത്. അല്ല, നിങ്ങൾ വേവിച്ചപ്പോൾ ചേർത്തില്ല എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഡെക്കറേഷന് വേണ്ടിയുള്ള റിബണാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ചെറിയ എമൗണ്ടുള്ള മാവുണ്ടല്ലോ, അത് ഇങ്ങനെ പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ പ്രത്യേകം ഒരു കാര്യം പറയാനുള്ളത്, ഞാനിപ്പോൾ ഇത് പത്തിരി പ്രസ്സറിലാണ് ചെയ്യണത്. നിങ്ങളൊരിക്കലും ഇങ്ങനെ ചെയ്യരുത്. പ്രസ്സറിൽ ചെയ്താൽ പോലും അതിനുശേഷം അതെടുത്ത് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പലകയിൽ വെച്ച് ഒന്നുകൂടി പരത്തിയെടുക്കണം. ഞാനിത് ഷൂട്ട് ചെയ്യുന്ന ദിവസം ചെയ്ത പകുതിയായപ്പോൾ തന്നെ കറണ്ട് പോയപ്പോൾ വേറെയും ഒരുപാട് ജോലികളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നീട് എനിക്ക് ഒരു കറണ്ടൊക്കെ വന്നപ്പോൾ എല്ലാം കൂടി ഒരു റഷായി പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടൈം സേവ് ചെയ്യാൻ ഇങ്ങനെ ചെയ്തതാണ്. നോമ്പ് സമയം ആയതുകൊണ്ട് നോമ്പ് തുറക്കാനുള്ള സമയം അടുത്ത് വന്നപ്പോൾ ഞാനിങ്ങനെ ചെയ്തതാണ് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ പലകയിലൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് തിന്നായിട്ട് പരത്തിയെടുക്കണേ. അപ്പോൾ കണ്ടോ, ഇതുപോലെ നമ്മളിങ്ങനെ സ്ട്രൈപ്സ് ആയിട്ട്
ഇങ്ങനെ റിബൺ പോലെ ഇങ്ങനെ മുറിച്ചെടുക്കുക. ഇത് ആ സൈഡിൽ വരുന്ന പോർഷൻ നമ്മൾ മുറിച്ചെടുക്കണ്ട കേട്ടോ, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, ചെറുതായിരിക്കും. അപ്പോൾ അത് എടുത്തിട്ട് കളയണ്ട, അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് വീണ്ടും പരത്തിയെടുക്കാം. അപ്പോൾ ഇത് നമ്മൾക്ക് ഇങ്ങനെ മുറിച്ചതിന് ശേഷം ഓരോരോ സ്ട്രൈപ്സ് ആയിട്ട് എടുത്തിട്ട് ഒരു പ്ലേറ്റിൽ കുറച്ച് എണ്ണ തടവിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് എണ്ണ തടവി വെച്ചാലും മതി. നമ്മൾ പൗഡർ സ്പ്രെഡ് ചെയ്യുക, അതായത് മൈദപ്പൊടിയൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ റിബണിൽ ആ പൗഡറൊക്കെ ആയിട്ട് അത്ര ഭംഗി ഉണ്ടാവില്ല കാണാൻ. കുറച്ച് എണ്ണ എന്തെങ്കിലും പുരട്ടിയിട്ട് ആ പ്ലേറ്റിൽ വെച്ചാലും മതിയാവും. അപ്പോൾ ഇത് നമുക്കെല്ലാം ഇങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ എല്ലാ റിബണും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി നമ്മൾ എടുത്ത് വെച്ചിരുന്ന മാവിൻ്റെ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ നമ്മൾ ബോളാക്കരുത്, ഇതുപോലെ ഇങ്ങനെ ഒരു പിരി പോലെ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് അതിങ്ങനെ പരത്തിയെടുക്കുക. പലകയിലാണെങ്കിലും പ്രഷറിലാണെങ്കിലും. റിബൺ പ്രഷറിൽ ചെയ്താൽ വലിയ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. പക്ഷേ നമ്മൾ ഇനി ചെയ്യാൻ പോണതാണ് ഞാൻ കണ്ടോ, ഇനി ചെയ്യാൻ പോണ മാവ് എന്തായാലും നിങ്ങൾ പലകയിൽ വെച്ച് ചെയ്യണേ. അപ്പോൾ അത് നമുക്ക് ഒന്നും കൂടി ഒന്ന് കുഴച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചതാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് കുഴച്ചതിന് ശേഷം അതിൽ നിന്ന് ഒരു ചെറിയ ബോളായിട്ട് എടുത്തിട്ട് പരത്തുക. അപ്പോൾ നമ്മൾ കിഴിയുടെ വലുപ്പത്തിനനുസരിച്ചുള്ള ബോൾ എടുക്കുക. വലിയ കിഴി വേണമെങ്കിൽ വലിയ ബോൾ എടുക്കാം. പ്രഷറിൽ നിങ്ങൾ ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് പ്രസ് ചെയ്തോ, അതിന് ശേഷം ഇതൊന്ന് പലകയിൽ വെച്ച് പരത്തണം. അപ്പോൾ കണ്ടോ, ഇപ്പോൾ ഇത്രയും തിക്നെസ് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് വേണമെങ്കിൽ ഇതിനേലും കുറച്ചും കൂടി തിക്നെസ് കുറഞ്ഞത് ഇതുപോലെ പരത്തിയെടുക്കുന്നതായിരിക്കും നല്ലത്. വേണ്ട, ഇതിലേക്ക് 1-2 ടീസ്പൂൺ ഫില്ലിങ്, ഒരുപാട് വെക്കരുത്, നമുക്ക് കിഴി സെറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനുള്ളിലേക്ക് ഞാൻ പുഴുങ്ങിയ മുട്ടേനെ 4ആക്കിയിട്ട് അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് വെക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല, മുട്ട ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. ഇനി നമ്മൾ കിഴി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. കണ്ടോ, ഇത് ഇങ്ങനെ ഒരു വിരൽ വെച്ച് ഒരു സൈഡ് ഇങ്ങനെ പിടിച്ചിട്ട് പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങനെ ഞെറിഞ്ഞ് പിടിക്കാം. നമ്മൾ സാരി ഉടുക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഇത് ചെയ്യാമെന്ന് തോന്നുന്നു. അതുപോലെ തന്നെയാണ് ഞെറിയണത്. കണ്ടോ, ഇങ്ങനെ ഞെറിഞ്ഞ് നമ്മൾ ഞെറിഞ്ഞ് കഴിഞ്ഞതെല്ലാം കൂടിയും ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോയി വെക്കുക. അത് ഇപ്പം നമ്മൾക്ക് ശരിയാവുമോ അങ്ങനെയൊന്നും തോന്നണ്ട. നമ്മളതെല്ലാം ചെയ്ത് കണ്ടോ, ഒരുമിച്ച് എല്ലാം കൂടി ഇങ്ങനെ വെച്ചിട്ട് ആ സെൻറ്റർ പോർഷൻ ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കണം. അപ്പോൾ തന്നെ അത് ഒട്ടി പിടിച്ചോളും, അല്ലെങ്കിൽ നമ്മൾ പൊരിക്കുന്ന സമയത്ത് ആ ഫില്ലിങ് പുറത്തോട്ട് പോരും. അതിന് ശേഷം മാത്രം നമുക്ക് റിബൺ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കിഴിയുടെ, അതായത് മണി ബാഗ് ഉണ്ടല്ലോ പണ്ടത്തെ, അതിൻ്റെയൊക്കെ ഒരു കെട്ട് പോലെ ഒരു ഡിസൈൻ പോലെ, അങ്ങനെ കെട്ടൊന്നും വേണ്ട, ആ റിബൺ അതിലിങ്ങനെ വെച്ച് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ കണ്ടോ, അത് നല്ല മൈദ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടി പിടിച്ചിരുന്നോളും. നല്ല വെറ്റായിട്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ഒട്ടിപ്പിടിച്ചോളും. കണ്ടോ, ഇപ്പോൾ ഇനി നമ്മളതിൻ്റെ മേലെയുള്ള പോർഷൻ താഴോട്ട്, തുണിയുടെയൊക്കെ നമ്മളിങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ താഴോട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ തൂങ്ങിയിരിക്കുമല്ലോ, അപ്പോൾ അതുപോലെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മണി ബാഗ് റെഡിയായി. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. നമുക്ക് കിഴിയെല്ലാം പൊരിച്ചെടുക്കാനുള്ള ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി അതെല്ലാം ഓരോന്നിനും സൂക്ഷിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓയിൽ ഒഴിക്കുന്ന സമയത്താണെങ്കിലും നമ്മുടെ കിഴിയുടെ കെട്ടിൻ്റെ താഴ്വശം അല്ലെങ്കിൽ കെട്ട് വരെയും മുങ്ങി കിടക്കാൻ പാകത്തിന് ഓയിൽ ഒഴിച്ചിട്ട് വേണം ഇത് പൊരിക്കാനായിട്ട്. ഇനി നമ്മളിത് മറിച്ച് ആ ഒരു വശം കുക്കായാൽ അടുത്ത വശത്തേക്ക് മറിച്ചിടുക. അപ്പോൾ മറിച്ചിടുന്നതിന് മുമ്പ് ഞാൻ ഇൻസൈറ്റിൽ കാണിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ആ ചൂടുള്ള ഓയിൽ അതിൻ്റെ മേൽവശത്തേക്ക് കോരി ഒഴിച്ചിട്ട് മേൽഭാഗം ഒന്ന് കുക്കാക്കി എടുക്കാം. എങ്കിൽ മാത്രമേ അത് മറിച്ചിടുമ്പോൾ അതിൻ്റെ ഷേപ്പ് മാറാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മളിത് കിഴിയാണെന്ന് പറഞ്ഞാൽ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ആരും വിശ്വസിക്കില്ല. അതിൻ്റെ ഷേപ്പൊക്കെ അതിൻ്റെ പാനിൻ്റെ സൈഡിൽ തട്ടി ആകെ മാറിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി നമ്മളിത് മറിച്ചും തിരിച്ചിട്ട് എല്ലാ സൈഡും ഇതുപോലെ ചെറിയൊരു ഗോൾഡൻ കളറാക്കി എടുക്കുക. അപ്പോൾ കണ്ടോ, എല്ലാ കിഴിയും റെഡി ആയിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് കിഴി ഫ്രൈ ചെയ്യണതിന് മുമ്പാണ് കേട്ടോ കാണാൻ നല്ല ക്യൂട്ടായിട്ട് തോന്നാറ്. പിന്നെ കഴിക്കേണ്ടതെന്ന് ഓർക്കുമ്പോൾ മാത്രമാണ് ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ തോന്നാറുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇഫ്താറിന് എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ഫ്രം സഫീസ് ഹോം ഡയറി.